ഗൈസ്, നിങ്ങളുടെ കയ്യിലും ഇതുപോലെ പല ബാങ്കിന്റെ ATM കാർഡും ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ ഉണ്ടാവും. പല ആൾക്കാരും ഇതിന്റെ നമ്പറുകൾ പല സമയത്ത് മറന്നു പോകാറുണ്ട്. എന്റെ കയ്യിൽ ഇപ്പോൾ ഏകദേശം ഒരു 8 കാർഡോളം ഉണ്ട്. ഇതിലും കൂടുതൽ 10ഉം 20ഉം കാർഡൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാർഡ് എടുത്ത് നമ്മുടെ ഡിവൈസിന്റെ പുറകിലോട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാർഡിന്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ കിട്ടും. ഇതെങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേറെ ആരും പറഞ്ഞു തരത്തില്ല. പേജ് ഫോളോ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ പേജ് ഇനിയും വരുന്നുണ്ടാവും, നിങ്ങൾക്ക് മിസ് ആവത്തില്ല. ഗൈസ്, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ട്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് റൈറ്റ് സൈഡ് താഴെയുള്ള ഈ ഒരു പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതിയൊരു നോട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ എൻ്റെ കാർഡിന്റെ ഫെഡറൽ ബാങ്കിന്റെ കാർഡാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കാർഡിന്റെ പിന്നും സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് ഞാൻ ഇത് ഇവിടെ സേവ് ചെയ്യുന്നുണ്ട്. ഇത്രയും പരിപാടിയുള്ള ഇനി ഇവിടെ ചെയ്യേണ്ടത്. ഇനി നേരെ നിങ്ങളുടെ ഫോണിൽ ഷോർട്ട് കട്ട് ആപ്ലിക്കേഷൻ എടുക്കുക. ഷോർട്ട് കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി താഴെയുള്ള ഓട്ടോമേഷൻ സെക്ഷൻ എടുത്തിട്ട് റൈറ്റ് സൈഡ് ജോബിലുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതിയൊരു ഓട്ടോമേഷൻ ആഡ് ചെയ്യുക. ഇവിടെ സെർച്ച് ഓപ്ഷനിൽ വന്നിട്ട് NFC എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അന്നേരം ഇവിടെ കാണാൻ പറ്റും NFC ഒരു ഓപ്ഷൻ വരുന്നത്. ജസ്റ്റ് ആ NFC ടാപ്പ് ചെയ്യുക. ഈ സ്കാൻ ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മുടെ ഡിവൈസിലിട്ട് നമ്മുടെ കാർഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുക ബാക്കിലോട്ട്. അന്നേരം നമ്മുടെ കാർഡ് ഇവിടെ റീഡ് ആയിട്ടുണ്ട്. ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. റൺ ഇമീഡിയറ്റ്ലി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ജസ്റ്റ് അത് ടാപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഓപ്പൺ ആയി വരുന്ന പേജിൽ നോട്ട്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അന്നേരം ഇവിടെ ഓപ്പൺ നോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞ ആ ഒരു നോട്ട് എന്നോട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡിവൈസിന്റെ ബാക്കിലോട്ട് എപ്പോൾ നിങ്ങൾ ആ ഒരു കാർഡ് കൊണ്ടുവച്ചാലും നമ്മുടെ ടെക്സ്റ്റ് ഫയൽ ഓപ്പൺ ആയി വരും. പിന്നെ ഒരു കാര്യം, കേസ് ഈ കാർഡ് കളഞ്ഞു പോയി കഴിഞ്ഞാൽ വേറെ ആരുടെങ്കിലും ഐഫോണിന്റെ പുറകെ കൊണ്ട് കാർഡ് വെച്ച് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് അവിടെ കിട്ടുമോ നിങ്ങൾ വിചാരിക്കേണ്ട. ഈ ഡേറ്റ എല്ലാം സേവ് ആയിരിക്കുന്നത് നിങ്ങളുടെ ഫോണിലാണ്, കാർഡിന്റെ അകത്തല്ല. ഐഫോൺ യൂസ് ചെയ്യുന്ന പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ശരിയെന്നാൽ വേറൊരു വീഡിയോ ആയിട്ട് കാണാം.